What are longitudes? To fix the position of a place, it is necessary to know something more than the latitude of that place. You can see, for example, that Tonga Islands in the Pacific Ocean and Mauritius Islands in the Indian Ocean are situated on the same latitude. Now, in order to locate them precisely, we must find out how far east or west these places are from a given line of references running from the North Pole to South Pole. These lines of references are called the meridians of longitude. Yes, Ruwais, what you want? Ruwais. പറയുന്ന കേൾക്കുന്നില്ല, ക്ലിയറും ആവുന്നില്ല, ക്ലിയർ ആവാണ്ടായിരിക്കുന്നു, ഒന്ന് തിരിയൊന്നുമില്ല. അറിയില്ല. ഇപ്പൊ ക്യാമറ ഓൺ ആണല്ലോ റൂവൈസിൻ്റെത്, ഇത്രയും നേരം ഓഫ് ആണല്ലോ. ക്യാമറ ഓഫ് ചെയ്യരുത്. യെസ് എഡ്വിൻ. മിസ്റ്റർ റുവൈസ് പറഞ്ഞാലും ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. മിസ്റ്റർ ആദ്യം പറഞ്ഞൊന്നും ക്ലിയർ ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ക്യാമറ ഓൺ ആണ്. ഇപ്പൊ പറയുമ്പോഴാണ് ക്യാമറ ഓൺ ആയിട്ട് എനിക്ക് കാണുന്നത്. ഇതുവരെ നിങ്ങൾ ക്യാമറ ഓഫിലുണ്ടായത്. ഇതാ ഷഹാന ഇപ്പൊ ക്യാമറ ഓൺ ആക്കി. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കിയട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ എഡ്വിന്? എഡ്വിൻ മക്കളെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് തന്നെ. ക്ലിയർ സ്റ്റക്കായി നിൽക്കുക. സ്ഥല കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. കേൾക്കുന്നില്ലേ? ഓക്കെ. Then ഇവിടെ പറഞ്ഞാ to fix the position of a place, it is necessary to know something more than the latitude of that place. Then previous class we have discussed about longitude and latitude. അല്ലേ? What is latitude? Latitude is an imaginary lines which are running from east to west. At the same time, longitude are also an imaginary line running from north pole to south pole. അല്ലേ? Yes. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ കാണാൻ പറ്റും നമുക്ക് എന്താ? These are latitudes. These are latitudes. These are longitudes. Clear? Yes. Then you can see, for example, that Tonga Islands in the Pacific Ocean and Mauritius Islands in the Indian Ocean. Tonga Islands in Pacific Ocean. Tonga Islands in Pacific Ocean. Then Mauritius Islands in the Indian Ocean. Pacific Ocean le Tonga Islandum, Indian Ocean le Mauritius Islandum. ഇതിന്റെ പ്രത്യേകത എന്താ? Both of them are situated on the same latitude. ഈ ടോങ്ക ഐലൻഡും അതുപോലെ മൗറീഷ്യസ് ഐലൻഡും ഒരേ ലാറ്റിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? Tonga Island and Mauritius Island are located on the same latitude. That is 20 degrees south. അത് ഏതിലാ? 20 ഡിഗ്രി സൗത്തില്. Now, in order to locate them precisely, we must find out how far east or west these places are from a given line or reference running from the North Pole to the South Pole. These lines of references are called the meridians of longitude. ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. മിസ് പറഞ്ഞു ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈൻസ് ആണ്. ലാറ്റിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് റണ്ണിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അല്ലെ? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാ. പക്ഷെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഇമാജിനറി ലൈൻസ് റണ്ണിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇമാജിനറി ലൈൻസ് റണ്ണിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. മനസ്സിലായോ? അതാണ് വ്യത്യാസം. ഇവിടെ നമ്മൾ പറഞ്ഞു ടോങ്ക ഐലൻഡ്സ് ആൻഡ് മൗറീഷ്യസ് ഐലൻഡ്സ് ബോത്ത് ഓഫ് ദം ആർ ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ലാറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് 0 ഡിഗ്രി സൗത്ത്. 0 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്ന സെയിം ലാറ്റിറ്റ്യൂഡിലാണ് ഏതുള്ളത്? ടോങ്ക ഐലൻഡും മൗറീഷ്യസ് ഐലൻഡും സ്ഥിതി ചെയ്യുന്നത്. നോക്ക്, ഇതിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എല്ലാം വെസ്റ്റ് ആണ്.
ഈസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ്, ഇങ്ങോട്ട് പോകുമ്പോൾ വെസ്റ്റ്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നോർത്ത് സൗത്ത്, ഇതാണ് വരിക. ദെൻ നോക്ക്, these lines of references are called the meridians of longitude, and the distances between them are measured in degrees of longitude. Each degree is further divided into minutes and minutes into seconds. They are semicircles, and the distance between them decreases steadily pole towards until it becomes zero at the poles where all the meridians meet. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 360 ഡിഗ്രി ആണ് ഒരു സർക്കിൾ. സർക്കിൾ ഈസ് 360 ഡിഗ്രീസ് അല്ലെ, സർക്കിൾ ഈസ് 360 ഡിഗ്രീസ്. ബട്ട് ഇവിടെ പറഞ്ഞു നമ്മൾ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഡിഗ്രീസിലാണ് പോകുന്നത് അല്ലെ, ഡിഗ്രീസിലാണ് പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ അല്ലേ. അതായത് 1 ഡിഗ്രി നോർത്ത്, 2 ഡിഗ്രി നോർത്ത്, 3 ഡിഗ്രി നോർത്ത്, അങ്ങനെ 90 ഡിഗ്രി വരെ. താഴെ അതുപോലെ 1 ഡിഗ്രി സൗത്ത്, 2 ഡിഗ്രി സൗത്ത്, 3 ഡിഗ്രി സൗത്ത്, അങ്ങനെ താഴോട്ട് പോകും അല്ലെ. അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1 ഡിഗ്രി വ്യത്യാസം, അതായത് 1 ഡിഗ്രിയിലുള്ള ഒരു പ്ലേസ് അടുത്ത 2 ഡിഗ്രിയിലേക്ക് എത്തണമെങ്കിൽ എത്ര ടൈം വേണം എന്ന് എങ്ങനെ കണക്കാക്കും? ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദാറ്റ്? ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ്? നമുക്കറിയാം, പാടിച്ചാലിന് പയ്യന്നൂരേക്ക് പോകണമെങ്കിൽ അരമണിക്കൂർ അല്ലെ, 40 മിനിറ്റ് നമ്മൾ പറയും. ദെൻ 1 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രിയിലേക്ക്, അല്ലെങ്കിൽ 60 ഡിഗ്രി വെസ്റ്റിൽ നിന്ന് 70 ഡിഗ്രി വെസ്റ്റിലേക്ക് എത്തണമെങ്കിൽ എത്ര ടൈം എന്ന് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? മിസ് പറയാം, ശ്രദ്ധിച്ചോ. 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ് എന്ത്? ഒരു സർക്കിള്. മനസ്സിലായോ? 360 ഡിഗ്രി ഒരു സർക്കിള്. പറഞ്ഞുതരാം, സ്ക്രീൻ ഷെയർ വഴി ഞാൻ ആ കണക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. 360 ആണ് ഒരു സർക്കിൾ, 360 ഡിഗ്രി ആണ് ഉള്ളത് അല്ലെ, 360 ആണ് ഉള്ളത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 360 ഡിവൈഡഡ് ബൈ 24 ചെയ്താട്ടെ. 360 ഡിഗ്രി ആണ് ഒരു സർക്കിള്, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയെ 360 ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഗ്ലോബിനെ 360 ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 24 അവേഴ്സ് ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാ? 24 അവേഴ്സ്. കണ്ടോ, 24 അവേഴ്സ്. ദെൻ നോക്ക്, അപ്പോ 1 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ എത്ര ടൈം വേണം? 360നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താട്ടെ. 360 ഡിവൈഡഡ് ബൈ 24. 360 ഡിവൈഡഡ് ബൈ 24 ചെയ്തോ, എത്ര കിട്ടും? 360 divided by 24. കിട്ടിയോ? 15. 360 divided by 24, 15. Yes, 15. എന്താ എഡ്വിൻ? ആൻസർ 15 പറഞ്ഞ. 15. നോക്ക്, അപ്പൊ നമ്മൾ പറഞ്ഞു, മിസ് മലയാളത്തിൽ തന്നെ പറഞ്ഞുതരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞ ബുദ്ധിമുട്ടാണ്, കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ 360 ഡിഗ്രി, globe is 360 degree, then a day is 24 hours. 360 degrees ആണ് ഉള്ളത്, 360 degrees ആണ് ഉള്ളത്. അതിൽ ഒരു അവർ ഒരു ഡേ എന്ന് പറഞ്ഞ് 24 മണിക്കൂറാണ്. അപ്പൊ 360 ഡിഗ്രി, ഒരു ഡിഗ്രി പോണെങ്കിൽ എത്ര ടൈം വേണം? 24 മണിക്കൂർ ഉണ്ട്, 360 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഒരു മണിക്കൂർ പോണെങ്കിൽ 15 ആണ്, ഒരു മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. Can you understand? 360 degrees on a globe, then a day is 24 hours. Then 1 hour is equal to 15 degree. 1 hour is equal to 15 degree. ഒരു മണിക്കൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 50 ഡിഗ്രി കൊണ്ട് നമുക്ക് എത്തുന്നത് എത്ര? 15 ഡിഗ്രിയിൽ നമ്മൾ എത്തുന്നത് എവിടെയാ? 15 ഡിഗ്രിയിൽ നമ്മൾ എത്തും 1 hour.
15 degree 1 hour. മനസ്സിലായോ? അതായത് 60 ഡിഗ്രി ഉള്ള ഒരു പ്ലേസിൽ നിന്ന് 61 ഡിഗ്രിയിൽ എത്തണമെങ്കിൽ 1 മണിക്കൂർ യാത്ര വേണം. മനസ്സിലായോ? ഇനി 62 ആണെങ്കിൽ എന്താ ചെയ്യാ? വീണ്ടും ഒന്നുകൂടും, 1 മണിക്കൂർ കൂടും. സോറി 15 ഡിഗ്രിയില്ല, സോറി 1 ഡിഗ്രി അല്ല, 15 ഡിഗ്രിയിൽ. അപ്പൊ 60 ഡിഗ്രി ഉള്ളത് 75 ഡിഗ്രി ചെയ്യണമെങ്കിൽ, 75 ഡിഗ്രിയിൽ എത്തണമെങ്കിൽ 1 മണിക്കൂർ. 75 ഉള്ളത് 90 എത്തണമെങ്കിൽ 2 മണിക്കൂർ. അല്ലെ? 60 നിന്ന് മനസ്സിലായോ? അപ്പൊ 90 നിന്ന് 105 എത്തുമ്പോൾ വീണ്ടും എഗെയിൻ 1 അവർ. ഇങ്ങനെയാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 60 ഡിഗ്രി എന്ന 60 ഡിഗ്രിയിൽ നമ്മൾ 7 മണിക്ക് നമ്മൾ 60 ഡിഗ്രിയിലാണ് ഉള്ളതെങ്കിൽ അത് 8 മണിയാകുമ്പോൾ നമ്മൾ എവിടെ എത്തും? 75 ഡിഗ്രിയിലെത്തും. 75 ഡിഗ്രി എന്നുള്ള ആ ലാറ്റിറ്റ്യൂഡിലെത്തും. ദെൻ അത് 90 ഡിഗ്രി ആവുമ്പോൾ എത്രയാവും? 9 മണിയാവും. 105 ഡിഗ്രി ആവുമ്പോൾ അത് 10 മണിയാവും. മനസ്സിലായോ? അങ്ങനെ 15 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ 1 അവർ. അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തോ. മിനിറ്റ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒരു ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ 4 മിനിറ്റ് അല്ലേ? മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടാണ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു 360 ഡിഗ്രീസ് ആണ്. 360 ഡിഗ്രീസ് ആണ് ഉള്ളത്. 360 ഡിഗ്രീസിൽ 24 അവേഴ്സ് ആണ് ഒരു ഡേ. ഒരു ഡേയിൽ നമ്മൾ സഞ്ചരിക്കുന്നത് 15 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ 1 അവർ വേണം. അത്രയും മാത്രം മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഭാഗത്ത് നിന്ന് ആ ഒരു കണക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. 1 മണിക്കൂർ ട്രാവൽ ചെയ്യണമെങ്കിൽ 15 ഡിഗ്രി ട്രാവൽ ചെയ്യണമെങ്കിൽ 1 അവർ വേണം എന്നുള്ള കാര്യം. അതെങ്ങനെയാ ഡിവൈഡ് ചെയ്തത്? 360 ആണ് ഗ്ലോബ് അല്ലെങ്കിൽ എർത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നത്, ഇമാജിൻ ചെയ്തത്. അതിൽ 24 അവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡേ ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ 1 അവർ വേണം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് പാരഗ്രാഫ് സ്ക്രീൻ ഷെയർ കളയട്ടെ. Unlike parallels of latitudes, all meridians are of equal length. Thus, it was difficult to number the meridians. Hence, all countries decided that the count should begin from the meridian which passed through Greenwich, where the British Royal Observatory is located. This meridian is called the prime meridian. Its value is 0 degree longitude, and from it we count 180 degree eastward as well as 180 degree westward. The prime meridian and 180 degree meridian divide the earth into 2 equal halves, the eastern and western hemisphere. Therefore, the longitude of a place is followed by letter E for the east and W for the west. It is, however, interesting to note that 180 east and 180 west meridians are on the same line. നമ്മൾ ലാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ? എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ പാർട്സ് അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ഹിയർ we can identify longitudes are imaginary lines running from north pole to south pole. Imaginary lines അല്ലെ? Longitudes are imaginary lines running from north pole to south pole. Already learned. Clear? Unlike parallels of latitude, all meridians are equal of length. നമ്മൾ പറഞ്ഞു എല്ലാ മെരീഡിയൻസിന്റെയും ലെങ്ത് ഈക്വൽ ആണ്, ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. Thus, it was difficult to number the meridians. Hence, all countries decided that the count should begin from the meridian which passed through Greenwich. ഈ ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന ഏതിലൂടെയാ? ഗ്രീൻവിച്ചിലൂടെയാണ്. ഗ്രീൻവിച്ച്, ദിസ് വൺ കണ്ടോ? This is equator. This is equator, but this one is prime meridian or longitude. Got it? Got it? ഈ ഇങ്ങനെ കാണുമ്പോൾ നടുവിലൂടെ പോകുന്നതാണ് എന്ത്? ഇക്വേറ്റർ. പക്ഷെ നോർത്ത് പോൾ ടു സൗത്ത് പോൾ വരുമ്പോൾ ഇങ്ങനെ ഈ ഡിവൈഡ് ചെയ്തതാണ് ഇത് പ്രൈം മെരീഡിയൻ. കണ്ടുവോ?
This one is prime meridian. അപ്പൊ ഇതാണ്ടോ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. Got it? Got it? ഇപ്പൊ നോക്ക് എങ്ങനെയാ പോകുന്നത് നോക്ക്. ഈസ്റ്റ് ഇങ്ങോട്ട് വെസ്റ്റ്, ഇവിടെ നോർത്ത്, ഇങ്ങോട്ട് പോകുമ്പോ നോർത്ത്, ഇങ്ങോട്ട് പോകുമ്പോ സൗത്ത്. അപ്പൊ ഇത് നോക്ക്, ഇവിടെ 30 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റ്, 70 അങ്ങനെ പോകും. ഇങ്ങോട്ട് പോകുമ്പോൾ 30, 60, 90 അങ്ങനെ വെസ്റ്റിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോ നോർത്ത് നോർത്ത് 30, 60, 90 നോർത്ത്, താഴോട്ട് സൗത്ത്. ഓക്കെ, മനസ്സിലായോ? Now look at the grid of the parallels of latitude and meridians of longitude on the globe. You can locate any point of the globe very easily if you know its latitude and longitude. For example, Dhubri in Assam is situated at 26 degree north latitude and 90 degree east longitude. Find out the point where these two lines cut each other. That point will be located of Dhubri. നമ്മൾ പറഞ്ഞു എന്താ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൂടി ഇങ്ങനെ ആവുമ്പോൾ ഇത് ഗ്രിഡായി മാറി. കണ്ടോ, ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി വരച്ചു, റൗണ്ടായി. ദെൻ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഈസ്റ്റ് ടു വെസ്റ്റ് വരച്ചു, ലോഞ്ചിറ്റ്യൂഡ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ വരച്ചു. അപ്പൊ ഇതൊരു ഗ്രിഡായി മാറി. കണ്ടില്ലേ? കണ്ടോ, ഓരോ പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്ത് കണ്ടില്ലേ? ഇനി now look at the grid of parallels of latitude and meridians of longitude on the globe. We can see latitudes and longitudes on the globe. It is a grid. Clear? ഇതിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയാ. You can locate any point of on the globe very easily. നമുക്ക് ഏത് പോയിന്റും ഗ്ലോബിൽ നമുക്ക് ഗ്ലോബില് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിന് ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഫോർ എക്സാമ്പിൾ, ദുബ്രി ഇൻ ആസാം സിറ്റുവേറ്റഡ് 26 ഡിഗ്രി നോർത്ത്. ലുബ്രി, ആസാമിലെ ലുബ്രി എന്ന് പറയുന്ന സ്ഥലം 26 ഡിഗ്രി നോർത്തിലാണ്. 26 ഡിഗ്രി നോർത്തിലും നോർത്ത് ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡ് എത്രയാ? 90 മനസ്സിലായോ? ലാറ്റിറ്റ്യൂഡ് പോകുന്നത് ഇങ്ങനെയാണ്, ലോഞ്ചിറ്റ്യൂഡ് പോകുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇതാണ് ലോഞ്ചിറ്റ്യൂഡ്. ഇങ്ങോട്ടും പോയ ലോഞ്ചിറ്റ്യൂഡ്, ഇങ്ങോട്ടും പോയ ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ആ ഒരു ഡിഗ്രി അറിയുകയാണെങ്കിൽ നമുക്ക് ആ ലൊക്കേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും മിസ് എന്ന് പറഞ്ഞുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് നോക്കുന്നതിനേക്കാളും മുന്നിൽ എന്നെ ഒന്ന് നോക്കിയാട്ടെ. All of you please listen me. Heat zones of Earth. There are 3 heat zones: torrid zone, temperate zone and frigid zone. Then what are longitude? Already have discussed about latitude and longitude. Latitudes are an imaginary lines running from east to west. At the same time, longitudes are an imaginary lines running from north pole to south pole. Got it? Then Earth is 360 degree. Earth is 360 degree. Then a day is 24 hours. Then 360 divided by 24 is equal to 15. 360 degree divided by 24 is equal to 15. Then 1 hour. 1 hour difference. 15 degree വരുമ്പോൾ 1 hour difference വരും. അത് 15 ഡിഗ്രി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ 30 ഡിഗ്രി എത്തുമ്പോൾ എത്ര സമയം വരും? 15 ഡിഗ്രിയിൽ നമ്മൾ 7 മണിക്കാണുള്ളതെങ്കിൽ അത് 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ 8 മണിയാകും. 45 ഡിഗ്രിയിൽ എത്തുമ്പോൾ 9 മണിയാകും. ഇനി 60 ഡിഗ്രിയിൽ എത്തുമ്പോൾ 10 മണിയാകും അല്ലെ? 75 ഡിഗ്രിയിൽ എത്തുമ്പോൾ 11 മണിയാകും. 90 ഡിഗ്രിയിൽ എത്തുമ്പോൾ 12 മണിയാകും. അപ്പൊ 15 ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് 1 അവർ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് തന്നാട്ടെ. All of you, have you understood this one? Show your thumb. If you have understood. Yes, Edwin have understood. Others? Avani, Hanna, Josie, Ruwais, Grace, Adityan, Shahana, Lakshmi Priya, Abel and Muhammad. Then Angel also. മനസ്സിലായി? Okay.
Next page, all of you take page number. Page number 15. Take page number 15. Longitude and time. The best means of measuring time is by the movement of the earth, the moon and the planets. The sun regularly rises and sets every day, and naturally it is the best timekeeper throughout the world. Local time can be reckoned by the shadow cast by the sun. Shadow cast by the sun, which is the shortest at noon and longest and at sunrise and sunset. നമുക്കറിയാം, every day we can see the sun rises in the east, then sun sets in the west. അല്ലേ? We have understood that. That is a natural truth. It is a natural truth. Sun rises in the east and sun sets in the west. ഒരു ദിവസം സൺ ഈസ്റ്റിൽ ഉദിക്കാതെ വെസ്റ്റിൽ ഉദിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? No. Every day sun rises in the east and sets in the west. It is a natural truth. It is the best timekeeper throughout the world. Exactly, it is the best timekeeper. Right? Sun is the best timekeeper throughout the world. ലോകത്തെ നമുക്ക് ഏറ്റവും ടൈം കീപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? Sun rises and sets. Clear? Yes. When the prime meridian of Greenwich has the sun at the highest point in the sky, all the places along this meridian will have midday or noon. എന്താ പറഞ്ഞേ? When the prime meridian is 0 degree longitude, already discussed, already studied. This is prime meridian. Prime meridian is the 0 degree longitude. Equator is the 0 degree latitude. Clear? Equator is the 0 degree latitude. Earth is divided into two equal parts, northern hemisphere and southern hemisphere. Then 0 degree latitude. 0 degree latitude is the equator. But longitudes are imaginary lines running from north pole to south. Then this one, this equal half. This equal half is prime meridian. That is this imaginary line. 0 degree longitude is prime meridian. ഇതാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഇക്വേറ്റർ കിട്ടിയത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ആണ് ഏത്? പ്രൈം മെരീഡിയൻ. മറന്നു പോകരുത് കേട്ടോ. ഇക്വേറ്റർ ഈസ് 0 degree latitude, then prime meridian is 0 degree longitude. Its value is 0 degree longitude, and from if we count 180 degree towards as well as 180 degree westward. എന്താ പറഞ്ഞേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 180ഉം ഇങ്ങോട്ടേക്ക് 180ഉം, സോറി, ഇങ്ങോട്ടേക്ക് 180ഉം ഇങ്ങോട്ടേക്ക് 180ഉം ഉണ്ട്. മനസ്സിലായോ? 180 ഡിഗ്രി ഈസ്റ്റ്, 180 ഡിഗ്രി വെസ്റ്റ് വരെ. Then the prime meridian and 180 degree meridian divided the earth into equal halves, the eastern hemisphere and western hemisphere. Therefore, longitude of a place is followed by the letter E for east and W for west. It is, however, interesting to note that 180 degree east and 180 degree west meridians are on the same line. നമ്മൾ പറഞ്ഞു എന്താ? ലോഞ്ചിറ്റ്യൂഡും അതുപോലെ തന്നെ ഈക്വൽ ഹാഫ്സ് ആക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിൽ എന്തുണ്ട്? The prime meridian and 180 degree meridian. Prime meridian and 180 degree meridian divides the earth into two equal halves. That is eastern hemisphere and western hemisphere. Eastern hemisphere and western hemisphere. കണ്ടോ? Eastern hemisphere and western hemisphere. Eastern. അത്രയൊന്ന് വായിച്ചു നോക്കിയാട്ടെ മക്കളെ. ടെക്സ്റ്റ് വായിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇത് ഇത്രേ ഉള്ളൂ. ടെമ്പറേറ്റ് ഹീറ്റ് സോൺസ് 3 ഉണ്ട്. ഹീറ്റ് സോൺസ് ആർ ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ. എന്താ ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്? ആർട്ടിക് സർക്കിൾ. ഫ്രിജിഡ് സോൺ ലൊക്കേറ്റ് ബിറ്റ്വീൻ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. Then North Pole and Arctic Circle and South Pole and Antarctic Circle. Then temperate zone locate between Tropic of Cancer and Antarctic Circle. Then അതുപോലെ torrid zone between Tropic of Cancer and
Tropic of Capricorn. Clear? അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു 0 degree latitude is equator, 0 degree longitude is prime meridian. Then Earth is 360 degree, a day is 24 hours, then 360 by 24 is equal to 15. 1 hour സഞ്ചരിക്കണമെങ്കിൽ 15 degree വേണം. അതിപ്പോ പറയുന്നുണ്ട്, അത് പറഞ്ഞുതരാട്ടോ മിസ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് എനിബഡി? ആരുടെയും ക്യാമറ ഓൺ അല്ല, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എഡ്വിൻ മാത്രം ക്യാമറ ഓൺ ഉള്ളൂ, എഡ്വിന്റെ മാത്രം, വേറെ എല്ലാവരുടെയും ഓഫാ. Yes, all of you please switch on your camera if it is off. Yes, Edwin. പക്ഷെ എന്റെ ഫോണിനകത്ത് നോക്കുമ്പോ എല്ലാവരുടെ ക്യാമറ ഓൺ ആണ്. ആണോ? ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. എന്നാലും എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, എഡ്വിനെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഏഞ്ചൽ സ്റ്റക്ക് ആണ്, പക്ഷെ ഏഞ്ചലിനെ മാത്രമേ കാണാൻ പറ്റൂ. ഏഞ്ചലിനെ എഡ്വിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി മക്കളോട് സംശയം ചോദിക്കാം. ആദിത്യൻ ഓൺ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? എനി ഡൗട്ട് എനിബഡി ഇൻ ദീസ് ഏരിയ? ഇറ്റ് ഈസ് ടു ഈസി. ടെക്സ്റ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ എന്തോ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ടു ഈസി. ഇത്രയേ ഉള്ളൂ. എർത്ത് ഈസ് 360 ഡിഗ്രി അല്ലേ? പിന്നെ എന്താ? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഈസ് ഇക്വേറ്റർ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് മെരീഡിയൻ. പിന്നെ എന്തായാലും പഠിച്ചത് ഇമാജിനറി ലൈൻസ് റണ്ണിംഗ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ലാറ്റിറ്റ്യൂഡ്, ഇമാജിനറി ലൈൻസ് റണ്ണിംഗ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ലോഞ്ചിറ്റ്യൂഡ്. ഇത്രേ ഉള്ളൂ അതിൽ. എന്താ ഏഞ്ചലെ? നെക്സ്റ്റ് മൺഡേ അല്ലേ സോഷ്യലിന്റെ എക്സാം? അതെ അതെ, ഫസ്റ്റ് മൺഡേ ക്ലാസ് ഇല്ലല്ലോ, സോഷ്യലിന്റെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് അന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നില്ലേ, അതും ഉണ്ടോ? എല്ലാം ഉണ്ടാവും. ടെക്സ്റ്റ് വായിക്കാൻ നന്നായി, ടെക്സ്റ്റിലത്തെ ഉണ്ടാവും, നോട്ടിലത്തെ ഉണ്ടാവും. Okay, so I think you have no doubt. Any doubt anybody? You have any doubt about this area? You can contact me through WhatsApp. Okay. കുറെ ഇത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. 3 സോൺസ് ഉണ്ട്. പിന്നെ എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, എന്താണ് ഇക്വേറ്റർ, എന്താണ് പ്രൈം മെരീഡിയൻ. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ അതിൽ 360 ഡിഗ്രിയാണ് ഒരു എർത്ത് എന്ന് പറയുന്നത്. 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മണിക്കൂറിലേക്ക് 15 ഡിഗ്രി എന്നുള്ള രീതിയിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ ബൈ, സീ യു.